പറയട്ടെ, ഇപ്പൊ ആമ്പിള്ളേർക്കാണെങ്കിൽ പോലും ഇത്തരം ചില സെക്സിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ പറയാൻ ചെറിയൊരു മടി ഉണ്ടായിരിക്കും. അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെന്ന് കയറുന്ന സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻഹിബിഷൻസ് ഉണ്ടായിരിക്കും. ഈ ഇൻഹിബിഷൻസ് ഒക്കെ ഈ പറഞ്ഞ തൃശ്ശൂരിൽ പഠിച്ചു വളർന്ന ഒരു കുട്ടിക്ക് എങ്ങനെയായി ഈ ഇൻഹിബിഷൻസ് ഒക്കെ ബ്രേക്ക് ആയത്? എനിക്കും അറിഞ്ഞുകൂടാ, സത്യം പറയാലോ. എനിക്ക് ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ കോളേജിൽ പഠിച്ച ഒരാളല്ല ഞാൻ എന്ന് പറയുന്നത്. ആ സമയത്ത് എനിക്ക് പീരിയഡ്സിൻ്റെ സ്റ്റെയിൻ എൻ്റെ സ്കേർട്ടിൽ എവിടെയെങ്കിലും ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണക്കേടാ. എനിക്ക് എന്തോ ഒരു നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ എനിക്ക് ഈ ബ്രാഡ് സ്ട്രാപ്പ് എനിക്ക് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇതാ. എനിക്ക് ആ ആള് ഇങ്ങനെ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ കുറേയൊക്കെ നമ്മളെ മുന്നിൽ കാണുന്ന സിറ്റുവേഷൻസും സന്ദർഭങ്ങളും ഇതൊക്കെ കാരണമാണ് നമ്മൾ മാറിക്കൊണ്ട് കുറേ പേര് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓരോ ദിവസം എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന കാര്യം കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് വലിയ വയസ്സായവരെ പീഡിപ്പിച്ച് എന്നൊക്കെ കേൾക്കുന്ന ന്യൂസ് കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഇത് വരും, എങ്ങനെ ഇവർക്ക് ഈ സാധനം വരും? ഇത് ഏറ്റവും കൂടുതൽ ഇത് തന്നെ. എന്തൊക്കെയാണ് സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? എന്നാൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട്. ആൺകുട്ടികൾക്ക് വരെ ഒരു 10ാം ക്ലാസ് 8ാം ക്ലാസ്സിലുള്ള ആൺകുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ. അവർ ഇതേപോലെ അപ്രോച്ച് ചെയ്തതും അവർക്ക്, പക്ഷെ അവർ പറയത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ആൺകുട്ടിയാണ്. ഈ ഒരു സ്റ്റിഗ്മ നമ്മളെ നാട്ടിൽ അവിടെ കിടപ്പുണ്ട്. നീ ഒരു ആൺകുട്ടിയാണ്, നീ എന്ന് പറയുന്നത് ഒരു ഇതാണ്. എന്നാൽ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു വൾണറബിൾ ആണ്. ഈ ഒരു സെക്ഷൽ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, ആൺകുട്ടികളെ പെൺകുട്ടികളെ എല്ലാവർക്കും ഈ ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റ് വെജൈന എന്ന് കേൾക്കുമ്പോൾ ഇതൊന്നും അല്ല എന്നുള്ള സാധനം കുറച്ച് പേർക്കെങ്കിലും വരും. എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ട്, നീ നിന്റെ വീഡിയോസ് കണ്ട് എനിക്ക് ഇതിനോടുള്ള താല്പര്യം വരെ പോയി. എനിക്ക് വന്ന കമന്റ്, ഞാൻ ഈ ഒരു കമന്റിന് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിനോടുള്ള താല്പര്യം. അപ്പൊ ഞാൻ അതിന് കൊടുത്ത റിപ്ലൈ എന്ന് വെച്ചാൽ ഇതന്നെയായിരുന്നു എന്റെ ആവശ്യം എന്ന് പറയുന്നത്. നിനക്ക് ഇപ്പൊ ഇനി വേറൊരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഈ ഒരു ആക്രാന്തം പിടിച്ച സാധനം വരത്തില്ല. ഇതന്നെയായിരുന്നു എന്റെ ആവശ്യം, ഇതന്നെയാണ് ആവശ്യം. ഇൻഹിബിഷൻസ് മാറി സ്റ്റേജ് ഇപ്പോഴും നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് എങ്ങനെ മാറിയെന്നറിയില്ല, പക്ഷെ ഇതന്നെയാണ് കുറെ കാലത്ത് നമുക്ക് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ഫ്രസ്ട്രേഷൻ തന്നെയാണ് എനിക്ക് പിന്നീട് അത് ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഓക്കെ, ഇനി വേറൊരു കമന്റ്, ഈ പറഞ്ഞ പോലെ സോക്കോൾഡ് ഒരു അമ്മാവൻ കമന്റ്. അതായത് ചേച്ചി വേറെ മൂഡില്ല, ചേച്ചിക്ക് നല്ല വശമുണ്ട്, എവിടെ പറഞ്ഞാൽ വൈറൽ ആവും എന്നുള്ളത്. മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് ചേച്ചി വീഡിയോസ് ഇറക്കുന്നതും അതൊക്കെ റീച്ച് ആവുന്നതും. ഇവൻ സ്വയം ഇവനെ തന്നെയാണ് ഈ കമന്റിൽ കൂടെ മോശമാക്കുന്നത്. ഇതിൽ തന്നെ ഉണ്ട് എന്താ ഈ ലൈംഗിക താല്പര്യമോ ഈ സാധനം. ഇതൊരു ഇതുണ്ട് മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ കാര്യം. സെക്സ് എന്ന് പറയുന്നതാണ്. ഇതില്ലെങ്കിൽ എന്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാധനം എന്ന്. ഭക്ഷണം പോലെ തന്നെ, ശരിയാണ്, ഭക്ഷണം പോലെ തന്നെ ഒരു മനുഷ്യന് വേണ്ട ഒന്നാണ് സെക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഈ കമന്റ് ഇടുന്നവർക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ജീവിതം. രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഭക്ഷണം എന്നുള്ള പോലെ തന്നെ ഇത് തന്നെയാണ് ജീവിതം. അപ്പൊ എനിക്ക് തോന്നും ഇത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ ആവണം എന്നില്ല. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതിൽ എന്ത് സുഖമാണ് കിട്ടുന്നത് ആൾക്കാർക്ക്. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇതെന്ന് പറയുന്നത് വെറി ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്, ഇതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ ആൾക്കാർ കാണുന്നത് എന്തിനു വേണ്ടിയിട്ട്? എന്തായാലും ഇതിലൊന്നും കിട്ടില്ല എന്നറിയാം. അപ്പോൾ അവർക്ക് ഇൻഫോർമേഷന് വേണ്ടിയുള്ള ആൾക്കാർ മാത്രം കാണും. എന്നാൽ വേറെ കുറച്ച് പേര് നെഗറ്റീവ് അടിക്കാൻ ഇതുപോലൊരു സുഖത്തിന് വേണ്ടി വന്ന് കാണുന്നവരുണ്ടാവും. ഏതാണെങ്കിലും എനിക്ക് ബോധറിയുന്നില്ല. ശരിയാണ്, എൻ്റെ ഈ വീഡിയോ എന്നല്ല, ഇപ്പം ഞാനൊരു നാളെ കുക്കിംഗ് വീഡിയോ ഇട്ടാലും ആൾക്കാർ കാണണം എൻ്റെ വീഡിയോ. കാരണം നമ്മൾ അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഇടേണ്ട വീഡിയോ ആരും കാണല്ലേ എന്ന് വെച്ചാൽ ഇടൂല. അപ്പൊ എനിക്ക് മാക്സിമം റീച്ച് എനിക്ക് വേണം. അത്ര ഈ തുടക്കത്തിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഈ ജേണൽ തന്നെയാണ് നമ്മൾ എടുത്തത്, അല്ലെങ്കിൽ വേറെ പല എനിക്കൊരു 46K ആയപ്പോഴാണ് ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ തോന്നിയ കാര്യം, ആ സമയത്ത് ലോക്ക്ഡൌൺ ആയിരുന്നു. അപ്പൊ ലോക്ക്ഡൌണിൽ സെക്സ് എഡ്യൂക്കേഷൻ അല്ല അത് ശരിക്കും പറയുന്നത്. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വൾവ വെജൈന ഏരിയയിൽ വരുന്ന ഇൻഫെക്ഷൻ. അത് സ്ത്രീകൾക്ക് കോമൺ ആണ് നമുക്കെന്ന് പറയുന്നത്, തൊട പൊട്ടുന്ന കാര്യമൊക്കെ. ഇതാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഇതൊരു സെക്സ് എഡ്യൂക്കേഷൻ അല്ല. ഇതിപ്പോ നമ്മുടെ മേലൊരു മുറി വന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന പോലെ തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്ക് അത് അത്രയും എന്തോ ഒരു ഭ്രഷ്ട് കൽപ്പിച്ചൊരു സാധനമാണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓക്കെ എന്ന്, പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എന്നെനിക്ക് തോന്നി. പക്ഷെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ എന്നെ സർപ്രൈസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ആകെ 4-5 നെഗറ്റീവ് കമന്റ്സേ വന്നിട്ടുള്ളൂ. ബാക്കി ഒക്കെ പോസിറ്റീവ് കമന്റ്സ് ചെയ്യുന്നത്. അതിൽ ഇപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളും ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാർ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ആൺകുട്ടികളുണ്ട്. എനിക്ക് ഒരു ഏറ്റവും കൂടുതൽ എന്നെ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇതേപോലെ എനിക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അരവിന്ദ് എന്ന് അവന്റെ പേര്. ഞാൻ ഒരിക്കലും പറഞ്ഞു, ഞാൻ എറണാകുളത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയമായിരുന്നു.
പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അവിടെ നിന്ന് ഒരു ഇത് വന്ന് 2 ആൺപിള്ളേർ എന്നെ അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറിയാം ഞാൻ യൂട്യൂബറാണ്. ഞങ്ങൾ പക്ഷെ പറഞ്ഞു കൊടുത്തു, ഞാൻ പറഞ്ഞു പറയണ്ട എന്താന്ന് പറയുന്നത്, എനിക്ക് പേടിയായില്ല, എന്തിനു വേണ്ട നമുക്ക് അറിയില്ലല്ലോ. ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ എനിക്ക് അപ്പോൾ നല്ല പേടിയുണ്ട്. എൻ്റെ 3 ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇന്റേൺഷിപ്പ് എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു 2 ആൺകുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. നമ്മൾ വീടെത്തിയപ്പോൾ ഇവർ എൻ്റെ വീടിൻ്റെ പിന്നിൽ നിർത്തുകയും ചെയ്ത്. അത് എൻ്റെ ഇറങ്ങിയപ്പോൾ പക്ഷെ അടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല, ചേച്ചിനെ കാണാൻ വേണ്ടി ഇതാക്കിയത്. എനിക്കൊരു കവർ ഉണ്ടായിരുന്നു, ഒരു ഡ്രസ്സ്, ഒരു ടീഷർട്ട്, ആ ടീഷർട്ടായിട്ട് എനിക്ക് വന്നത്. എന്നിട്ട് പറഞ്ഞു ചേച്ചിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ ബാംഗ്ലൂർ മുമ്പ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നു, ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇവിടെ ആക്കുന്നത്. അപ്പോൾ ഇവൻ വന്നത് ഇവൻ്റെ ലൈഫിലത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പറയാനാണ് കൂടുതൽ വന്നത്. പക്ഷെ ആ ഒരു സംസാരിക്കുമ്പോണ്ടല്ലോ, ആ ഒരു ചേച്ചി എന്നുള്ളത് എൻ്റെ എല്ലാ വീഡിയോസിനും കാണാം, അവൻ്റെ കമൻറ്റ് ഉണ്ടാവും, അരവിന്ദിൻ്റെ കമൻറ്റ് ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു, എടാ നീ നല്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ, പക്ഷെ നീ ഒരിക്കലും ഇനി ഒരാളെയും സ്റ്റോക്ക് ചെയ്യരുത്, കാരണം അത് അവർക്ക് പേടിയാവും. ഒരിക്കലും ചെയ്യരുത്. എന്ന് വെച്ചാൽ എനിക്കെന്നെ ഒരു ഇതിൽ പേടിയായി, നമുക്ക് എന്തിനാ വേണ്ട. പക്ഷെ എനിക്കതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പിന്നാലെ. അപ്പൊ ഇങ്ങനെ സ്നേഹിക്കുന്ന ആൺപിള്ളേരും ഉണ്ട്, പെൺപിള്ളേരും ഉണ്ട്. പണ്ടത്തെ കാലത്ത് പഠിക്കുക, വിദ്യാഭ്യാസം നേടുക, ഒരു ജോലി, സർക്കാർ ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയാണെങ്കിൽ അങ്ങനെ കൃത്യമായ വിദ്യാഭ്യാസം നേടുക, ജോലിക്ക് പോവുക, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ആളുകൾ. എന്നാൽ പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ, അതായത് കോവിഡ് ഒക്കെ കഴിഞ്ഞ ശേഷം ബ്ലോഗിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു. പിന്നെ വെബ് സീരീസ്, ശരിക്കും പറഞ്ഞാൽ ഈ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ട്രെൻഡിങ് ആയിരുന്ന ഈ സീരീസും കാര്യങ്ങളും ഒക്കെ പിന്നീട് മലയാളത്തിലേക്ക് വന്നത് കോവിഡ് സമയത്താണ്. കോവിഡ് സമയത്ത് 4 ചുവരുകൾക്കുള്ളിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇനി എന്ത് ചെയ്യാം, ഈ ബോറടി മാറ്റാൻ എന്ത് ചെയ്യാം. ഒരുപാട് പേർക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ വന്ന സമയമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട, ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നു. പിന്നെ കോവിഡ് പിടിപെട്ടവരാണെങ്കിൽ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന ഒരു സമയമായിരുന്നു, കാരണം നമുക്ക് പുറത്തിറങ്ങാനേ പറ്റാത്ത സമയം. ആ സമയത്ത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നൊരു തരത്തിലേക്ക് മലയാളികൾ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് മുക്കിന് ബ്ലോഗുകളും ഒക്കെ പൊങ്ങി തുടങ്ങിയത്. എന്നാൽ വർഷങ്ങളായി ഈ ഒരു കരിയറിൽ തന്നെ ഇതൊരു കരിയറായി, പ്രൊഫഷനായി നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ 2 പേരാണ് അസ്ല മാർലിയും ഗ്ലാമി ഗംഗയും. ഈ 2 പേരുകൾ ഇന്ന് മലയാളികൾക്ക്, പ്രത്യേകിച്ചും യൂത്തിനിടയിൽ വളരെ സുപരിചിതമായിരിക്കും. ഒരാൾ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്, ഒരാൾ ബ്യൂട്ടി ബ്ലോഗറാണ്. നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുള്ള 2 പേരാണ്. തങ്ങളുടെ ജീവിത അനുഭവങ്ങളിലൂടെ മുന്നോട്ട് വന്നവരാണ്. ഒരു വലിയ വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ 2 പേരും കടന്നു വന്ന ഒരാൾ സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയും സ്ത്രീകളുടെ ഹൈജീനെ പറ്റിയും സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയൊക്കെ വളരെ സിമ്പിളായി അല്ലെങ്കിൽ വളരെ കാര്യമായി തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ് അസ്ല മാർലി. പുറത്തു പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും അസ്ല തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീർത്തുകൊണ്ടാണ് ഗ്ലാമി ഗംഗ നിറഞ്ഞു നിൽക്കുന്നത്. ഇവർ 2 പേരും ബ്ലോഗേഴ്സുമാണ്. തങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ്ങും 2 പേരും ചെയ്യാറുണ്ട്. ഇവർ 2 പേരും ഒത്തുവന്ന ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ഈ വ്ളോഗിങ്ങിലേക്ക് വന്നത്, അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുക എന്ന രീതിയിലേക്ക് എങ്ങനെ വന്നു എന്ന് തുറന്നു പറയുകയാണ്. ഒരു 2 മാസത്തേക്ക് 14,000 രൂപ ഒക്കെ കോഴ്സ് ഫീ ഉണ്ട് നമുക്ക്. പക്ഷെ എന്നാലും ഇങ്ങനെ കുറേ കോഴ്സസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഗുണം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ്സ് കിട്ടും. ഓക്കെ, ഞാൻ പറയാം കേരളത്തിൽ കോഴ്സസ് കുറവാണ്, അല്ലെങ്കിൽ ഫുൾ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കോഴ്സസ്? ഡിസ്റ്റന്റ്. ഞാനുള്ളതൊന്നും കേരളത്തിലുള്ള കോഴ്സസ് ഒന്നും ആയിരുന്നില്ല. എനിക്കുള്ളത് കേരളത്തിന് പുറത്തുണ്ടായിരുന്നു. ഇന്ത്യയിൽ പല ഡോക്ടേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അത് മാറിയിട്ട് ഞാൻ ഒരു UK ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ കേരളത്തിൽ ഇല്ലാന്നുള്ളൂ, കേരളത്തിന് പുറത്ത് പല ഇതിൽ ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടും. എന്താ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഇത്തരം ഡിപ്ലോമ കോഴ്സസ് ഒന്നും ഇല്ലാത്തത്? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരോട് ചോദിക്കണം. അപ്പൊ നമുക്ക് എനിക്കത് അറിയില്ല. ഇത്രയും ഡിപ്ലോമ കോഴ്സ് ഉണ്ടെന്ന് പോലും അറിയുന്നത് തന്റെ വീഡിയോ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത്, ഒന്നാമത് ഇപ്പോഴും ഇവിടെ അത്ര അതിന്റെ ഒരു അവയർനെസ് കിട്ടില്ല. അല്ലെങ്കിൽ ഇത് എന്തെന്നുള്ളത് കറക്റ്റ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആ സെക്സ് എന്നുള്ള വാക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ, എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇവിടുത്തെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ എല്ലാവർക്കും അല്ല, പക്ഷെ വളരെ ചുരുക്കം പേർക്കെങ്കിലും അത് വിചാരിച്ചിരിക്കുന്നത് ഇതൊരു സെക്സിൽ ഏർപ്പെടുന്നത് എങ്ങനെ, ഈ ഒരു കോഴ്സ്, ഇതിനിപ്പോ ആർക്കും കോഴ്സിന്റെ ആവശ്യമില്ല. അപ്പൊ എന്തിനിങ്ങനെ ഒരു കോഴ്സ് എന്നാണ് വരുന്നത്. ഇതല്ല ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കാൻ പക്ഷെ ഇപ്പൊ കുറെ പേർക്ക് മനസ്സിലായി വരുന്നുണ്ട് ഇതൊന്നല്ല കാരണം. ഞാൻ കാരണം മാത്രമല്ല, കുറച്ച് ഒരു 10% ആൾക്കെങ്കിലും ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും ഇതല്ല എന്ന് മനസ്സിലാക്കാൻ. എന്നാൽ വേറൊരു 10% ആൾക്കാർക്ക് ഇതൊരു മോശപ്പെട്ട കാര്യമാണെന്നും കൂടി എന്റെ ഭാഗത്ത് നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അല്ല, ഞാൻ കാണാറുണ്ട്. നമ്മൾ ഹൈജീൻ ആയാലും അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഞാൻ ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ ഫുള്ള് കമന്റ് ബോക്സിൽ
തെറിവിളി അത് ഭയങ്കരമായിരുന്നു. അപ്പൊ മനസ്സിലായി വിവരമില്ല, ഇല്ല ഇങ്ങനത്തെ ഇത്ര വിവരമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ തോന്നി. ഞാൻ വെച്ച് കിളവന്മാരായിരിക്കും ഇങ്ങനെയൊക്കെ ഇടണേന്നാണ് ഞാൻ സത്യമില്ല ഞാൻ അങ്ങനെ വിചാരിച്ചത്. അമ്മാവന്മാരൊക്കെ ആയിരിക്കും ഇടണേന്ന്. അങ്ങനെയല്ല, കൊച്ചു പിള്ളേരുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പോകുന്ന സമയത്ത് ഈ വീഡിയോന് താഴെ എന്തായാലും ഞാനത് ഇതിന്റെ ഇടയിലും വരും, പക്ഷെ കഷ്ടപ്പെടുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ എന്റെ ഭാഗം നോക്കി ഞാൻ ദിവസം തെറിവിളി കേൾക്കുന്നില്ല. നമുക്ക് ഏറ്റവും വലിയൊരു മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനമാണ് എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടത്. അത് ഇതുപോലെ ഞാൻ പിടിച്ചു നിൽക്കണില്ല. അതൊരു നമ്മൾ ഉറങ്ങാതിരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. അയ്യോ ശരിയാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഇന്ന് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇന്നലെ രാത്രി മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പം ഇവര് വിചാരിക്കുന്നതാണ് നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ സുഖ ജീവിതം. നോക്കുമ്പോ ഓരോ ദിവസം ഓരോ ഡ്രസ്സ്. അതെന്റെ കമന്റിലാണ് നമ്മൾ ഇതിടുമല്ലോ ഹോൾ വീഡിയോസ് കഴിയുമ്പം, നീ ഡ്രസ്സൊക്കെ മരിക്കുമ്പോ കൊണ്ടുപോയി എനിക്കൊന്ന കമന്റാണ്. ഞാൻ തന്നെ ഇരിക്കണം. ഓഹോ, ഞാൻ മരിക്കുമ്പോ കൂട്ടത്തിട്ട് കത്തിക്കുമെന്ന് എന്നെ എന്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ മരിക്കുമ്പോ എന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അവരാ സത്യം എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ഇതിന് ശേഷം ഈ ഡ്രസ്സ് എന്ത് ചെയ്യുന്നു ആരും അറിയില്ല. പക്ഷെ ഒരു വീഡിയോ ഞാൻ ചെയ്യും. കാരണം എന്റെ മാത്രമല്ല, നമ്മൾ ഏത് ബ്യൂട്ടി ബ്ലോഗ് ഏത് ഫാഷൻ ബ്ലോഗ് ഇട്ടാലും ഈ ഡ്രസ്സൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ പാവപ്പെട്ടവർക്ക് നിങ്ങൾ എന്താണ് ഈ ക്രൂരതയെ കാണിക്കാന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ കമന്റ്സ് വരും, വെറൈറ്റി ഓരോ മേഖല അനുസരിച്ചിരിക്കും വരുന്ന കമന്റ്സ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളിപ്പോ ബ്യൂട്ടി വ്ളോഗേഴ്സ് പ്രോഡക്റ്റിന്റെ റിവ്യൂ ചെയ്താൽ നിനക്ക് പ്രോഡക്റ്റേ ഉള്ള റിവ്യൂ ചെയ്യും. അടുത്ത നമ്മൾ എന്തെങ്കിലും നമ്മളെ കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളുണ്ട് DIYs അത് ഷെയർ ചെയ്യും. നിനക്ക് ഇതേ ഉള്ള. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ. നമ്മൾ സത്യം എനിക്ക് അറിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കണം. എന്ത് ചെയ്താലും കുറ്റമാണ്. നിന്നാ കുറ്റം ഇരുന്നാ കുറ്റം. ഈ പറഞ്ഞ പോലെ തുടക്കകാലത്ത് ഈ പറഞ്ഞ ഭയങ്കര തെളിവ് ആയിരുന്നല്ലോ നമ്മളൊരു സെറ്റ് ഓഫ് കോണ്ടന്റ്സിന്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എവിടെ നിന്നിട്ട് ഇത്രയും ധൈര്യം? പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും തെറിവിളി കേട്ടിട്ടും ഇത്രയും ട്രോൾസ് നമുക്ക് വന്നിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളുടെ കോണ്ടന്റിൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഈ പറഞ്ഞ പോലെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? എങ്ങനെയാ കിട്ടിയത്? അത് ഒന്ന് ഫാമിലി, എന്റെ ഫാമിലി എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. പിന്നെന്ന് പറയുമ്പോ ആദ്യം ഒരു വട്ടം നമുക്ക് തെറി കേട്ട് കഴിഞ്ഞാൽ സങ്കടം വരും, രണ്ടാമത് കേട്ടാലും സങ്കടം വരും. ഒരു 10 ശീലമായി കഴിഞ്ഞാൽ നമ്മൾക്ക് തൊലിക്കട്ടി, എന്താ കണ്ടാമൃഗത്തിന്റെ തൊലിക്ക് കട്ടി കൊള്ളുന്ന പോലെ നമുക്കതാവും. സത്യം പറഞ്ഞാൽ എന്നെ സ്ട്രോങ് ആക്കി എടുക്കുന്നത് ഈ നെഗറ്റീവ് അടിക്കുന്നവരാ. എന്നിങ്ങനെ അടിച്ച് എനിക്ക് കേൾക്കാൻ ബാക്കിയൊന്നുമില്ല. ആക്ച്വലി നെഗറ്റീവ് അടിക്കുന്നവരല്ലോ ജീവിതത്തിൽ ഒന്നും സാധിക്കാതെ അപ്പൊ ഇവര് സമയം കളഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇതാക്കി എടുക്കണം. പക്ഷെ അതിൽ കൂടെ നമ്മൾ ബോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇതെന്നല്ല, എന്ത് വന്നാലും നമ്മൾ നേരിടും എന്നുള്ളൊരു സാധനം വരുന്നത്. എനിക്കതപ്പൊ വന്നേക്കുന്നത്. എനിക്ക് ഇനിയിപ്പോ എന്തെന്നല്ല, ഇനി എന്തെന്നെ പറഞ്ഞാലും ദിവസം കാണാം. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കിയാലും കാണാം എന്തെങ്കിലും. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഇല്ല, എന്നെ ഇപ്പൊ ഒരു നെഗറ്റീവ് കമന്റ്സും ഹേർട്ട് ചെയ്യാറില്ല. എനിക്ക് ഇങ്ങോട്ട് വന്ന ചില കമന്റ്സിനൊക്കെ ഞാൻ നല്ല റിപ്ലൈ തിരിച്ചു കൊടുക്കും. ഞാൻ തെറിയൊന്നും പറയാറില്ല അവരെ പോലെ, പക്ഷെ കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ, ഒരു ചെറിയ സുഖം, ഒരു ചെറിയ മനസ്സുഖം. അതെങ്കിലും എനിക്ക് വേണ്ടേ. നെഗറ്റീവ് കമന്റ്സ് വരും, പക്ഷെ എനിക്ക് മറ്റേ സെക്ഷുവലി ഉള്ള കമന്റ്സുകൾ വരും. അയ്യോ, അത് ഒരിക്കൽ ഞാൻ അന്തം വിട്ടത്, ഈശ്വര ഇതൊക്കെ എന്താണ് പറയുന്നതെന്ന്. ഒരു പുള്ളിക്കാരൻ എനിക്ക് കമന്റ് ഇട്ടേക്കുന്നു, പറയാമെന്ന് എനിക്കറിഞ്ഞൂടാ. ഓക്കെ, നിങ്ങളത് കേൾക്കണം. പുള്ളിക്കാരന് എന്നെ കണ്ടിട്ട് പുള്ളിക്ക് എന്തോടെ അവനെ പറയണ അങ്ങനെ എന്തോ തോന്നിന്ന് പറഞ്ഞു. എനിക്ക് കറക്റ്റ് വാക്കറിഞ്ഞൂടാ. ഇജക്റ്റ് ആയിരുന്നു അങ്ങനെ എന്തോ പറയത്തില്ലേ, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരൊറ്റ ചുറ്റിയിടേണ്ട ഒരു അടി അടിച്ചത് എല്ലാ പ്രശ്നവും. ഞാൻ കമന്റ് എന്റെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒറ്റ ചുറ്റിയിടേണ്ട ഒരു അടി അടിച്ചാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറഞ്ഞു. അത് എന്നും വന്ന് ഒരൊറ്റ SSS എന്ന് പറഞ്ഞ കമന്റിൽ എനിക്കറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ചു എന്നെ അറിയാന്നുള്ള ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ. ഞരമ്പനാണോ ഡാർക്ക് വാട്ടർ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. SSS എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് കമന്റ് ഇടുമ്പോ പേര് വരുമല്ലോ, ഇങ്ങനെ ഇമെയിൽ പോലെ ID പോലെ. അത് സംഭവം ഫുള്ള് എന്നെ ലിപ് ലോക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നാ മതിയെന്ന് പറഞ്ഞു, ശരിയാക്കി തരാന്ന്. കയ്യില് വല്ലോ കിട്ടിയ കല്ലെടുത്തറിഞ്ഞു. പുള്ളിക്കാരൻ അറിയില്ല നമ്മുടെ ബാഗിൽ മറ്റേ കത്തിയുള്ള കാര്യം. ഞാൻ പെപ്പർ സ്പ്രേ കൊണ്ടാണ് വന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ബാംഗ്ലൂരിൽ ഇവിടെ വന്നപ്പോഴും ഞാൻ പെപ്പർ സ്പ്രേ കൊണ്ടാണ് വന്നത്. ഞാൻ ട്രെയിനിൽ ഒറ്റയ്ക്കാണ് വന്നത്. അത് ഈ ബസ്സിലെ ഇങ്ങനെ ചേർന്നിരിക്കാം, ഇങ്ങനെ ബാക്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കയറാനുണ്ട് ബസ്സിൽ, KSRTC തിരക്കുള്ള ബസ്സിൽ. അവർക്ക് വെച്ചേക്കണത് എനിക്ക് വയ്യ. പണ്ടേ എനിക്കിതാണ്. എന്റെ അമ്മ എന്നെ പറഞ്ഞോണ്ടെന്നെ ഇങ്ങും അടി ഉണ്ടാക്കല്ലേ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അമ്മയെ വിളിക്കില്ല, അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ട കാര്യമുള്ളതാണ്.
പ്രയോഗിച്ചിട്ടുണ്ടപ്പാ ഞാൻ എന്താ കുത്തിയോ? കുട്ടിയല്ല, ഞാൻ ഒരിക്കൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്, എന്നെ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഒരിക്കൽ ഇയാൾ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഒരാൾ സ്കൂളിൽ പഠിക്കുമ്പോ ചേർന്ന് വന്ന് ഇങ്ങനെ അടുത്തോട്ട് ചേർന്ന് അപ്പം തന്നെ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ കോമ്പസ് ഉണ്ടല്ലോ എടുത്ത് ഇങ്ങനെ അതെന്റെ ഫ്രണ്ടാണ് പറഞ്ഞു തന്നത്, അങ്ങനെ നിന്നാ മതി, എന്തെല്ലാം എടുത്ത് ഇങ്ങനെ നിന്നാ. ഇപ്പൊ ആൾക്കാർക്ക് കോമ്പസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കണം. ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, എനിക്കറിയാം. പുള്ളിക്കാരപ്പം തന്നെ ഫ്രണ്ടിലോട്ട് പോയി. കുത്തണ്ടായിരുന്നോ? ഞാൻ ഈ കുത്തി ഇനിയിപ്പോ അവിടെ ഇരിക്കുന്ന മാമിയരൊക്കെ പറയും ഞാൻ വിളിച്ചോണ്ട് വന്ന ആളാണെന്ന് പറയും.